ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഈ നിമിഷങ്ങളിലെ ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം. ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ED പരിശോധന. കോഴിക്കോട്, ചെന്നൈ, കൊച്ചി ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ്. ഗോകുലം ഗോപാലിനെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ചോദ്യം ചെയ്തു. പരിശോധന PMLA, ഫെമ ചട്ടലംഘനങ്ങളിൽ എന്ന് ED. പരിശോധനയ്ക്കെത്തിയത് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ആദായ നികുതി ഉദ്യോഗസ്ഥരും. എമ്പുരാൻ സിനിമയോടുള്ള പ്രതികാരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് നേരിടുന്നതിൽ CPIM-ൽ ഭിന്നത. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടണമെന്ന് പ്രകാശ് കാരാട്ട്. കേസിൽ ഉൾപ്പെട്ടവരാണ് നിയമപരമായി നീങ്ങേണ്ടതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം. കേസ് നിലനിൽക്കില്ലെന്നും രാഷ്ട്രീയ അജണ്ടയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. മകളെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കുറ്റപത്രം കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറി SFIO. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ പ്രതി ചേർത്തു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തി. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. നടപടി ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഭരണഘടനാ വിരുദ്ധമായ ബില്ലിനെ നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വഖഫിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താത്തതിലും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിലും വിമർശനം. രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും മുനമ്പം സമരപ്പന്തലിൽ. റവന്യൂ അവകാശം ലഭിക്കും വരെ മുനമ്പം നിവാസികൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വിദ്യാർത്ഥിനികൾ തമ്മിൽ കയ്യാങ്കളി. പരിക്കേറ്റ 3 വിദ്യാർത്ഥിനികൾ ആശുപത്രിയിൽ. മർദ്ദനത്തിന് പിന്നിൽ ഹോളി ദിനത്തിലുണ്ടായ വാക്കേറ്റമെന്ന നിഗമനം. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മുന്നറിയിപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ. നാളെ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ തകർത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കും തകർത്തു. ആളുകൾ ബഹളം വെച്ചതോടെ കാട് കയറി. ഡൊണാൾഡ് ട്രംപിന്റെ പകരത്തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ തിരിച്ചടി നേരിട്ട് ഓഹരി വിപണി. ഡൗ ജോൺസ് സൂചിക 3.98% താഴ്ന്നു. രേഖപ്പെടുത്തിയത് 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ്. തീരുവയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ്.